നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കാത്തിരിപ്പിനൊടുവിൽ കോവിഡ് വാക്സിൻ ജനങ്ങളിലേക്കെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ആഴ്ചകൾക്കുള്ളിൽ വാക്സിൻ വിതരണം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. ഇന്ന് സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്രം സംസ്ഥാനങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചു. 8 തരം വാക്സിനുകളാണ് പരീക്ഷണ ഘട്ടത്തിലുള്ളത്. ഏത് വാക്സിനാകും ആദ്യം ജനങ്ങളിലേക്ക് എത്തുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 1 കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരാകും വാക്സിന്റെ ആദ്യ ഉപഭോക്താക്കൾ. വലിയ സംവിധാനങ്ങൾ ആവശ്യമായി വരുന്ന ഒരു പ്രക്രിയയ്ക്കാണ് തുടക്കമാകുന്നത്. വാക്സിനേഷൻ സംവിധാനത്തിലെ നെറ്റ്വർക്ക് അതിൻ്റെ കാര്യക്ഷമതയിലാണ് പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം. പക്ഷേ നമുക്ക് പരിചിതമില്ലാത്ത രോഗം, നിർവചിക്കാനാവാത്ത വൈറസിൻ്റെ സ്വഭാവം, അതൊക്കെ വലിയ ആശങ്കയും ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. പ്രൈം ഡിബേറ്റ് അടുത്ത 1 മണിക്കൂർ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഇതാണ്: കോവിഡ് വാക്സിൻ വരുന്നു, പ്രായോഗികതയും ഫലപ്രാപ്തിയും. പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ, ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ സുൽഫി നൂഹ് IMAയുടെ പ്രതിനിധിയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ലാൽ, നമ്മുടെ വലിയ നെറ്റ്വർക്ക് സംവിധാനം, കാര്യക്ഷമവും വലുതുമായ വാക്സിനേഷനിലുള്ള നെറ്റ്വർക്ക് സംവിധാനം, അതിലാണ് പ്രധാനമന്ത്രി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അത് കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നും അതിൻ്റെ ഫലപ്രാപ്തി നമുക്ക് വല്ലാതെ നമ്മളെ ആത്മവിശ്വാസം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. അദ്ദേഹം ആഴ്ചകൾക്കുള്ളിൽ വാക്സിൻ എത്തുമെന്ന് പറയുകയും ചെയ്യുന്നത് ഒരു പ്രത്യേകതരം രോഗത്തിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നിലയുടെ അതിൽ അതിൽ നിന്ന് അതിജീവിക്കാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഈ ആത്മവിശ്വാസം അത് കാര്യമായി തന്നെ ഈ ഘട്ടത്തിൽ വിശ്വസിക്കാവുന്ന ഒന്നാണ്. ആത്മവിശ്വാസം നല്ലതാണ്. പിന്നെ ആമുഖമായിട്ട് മറ്റു കാര്യങ്ങൾ പറയാനുണ്ട്. മുമ്പൊക്കെ പതിറ്റാണ്ടുകൾ കൊണ്ടാണ് രോഗത്തിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചിരുന്നത്. അത്രയധികം ബുദ്ധിമുട്ടായിരുന്നു ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ. പക്ഷേ ഇപ്പൊ ശാസ്ത്രലോകത്തിന്റെ ടെക്നോളജിയുടെ വികാസം കാരണം മാസങ്ങൾ കൊണ്ട് ഒരു വാക്സിൻ ഏതാണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവിധ വാക്സിനുകൾ വിവിധ ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങളിലൊക്കെയാണ്. പക്ഷേ താമസിയാതെ തന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ വാക്സിനുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അത് ശാസ്ത്രത്തിന്റെ പുരോഗതിയാണ്, ടെക്നോളജിയുടെ പുരോഗതിയാണ്. അത് നമ്മൾ ലോകം ഒന്നാകെ ശാസ്ത്രലോകം കൈവരിച്ച നേട്ടത്തിന്റെ ഭാഗമാണ്. പിന്നെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ പോലൊരാൾ ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അതെപ്പോഴും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നമുക്ക് നേരത്തെയും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ രോഗത്തെപ്പറ്റി ഇപ്പോഴും പൂർണ്ണമായും നമുക്ക് ആർക്കും അറിയില്ല. ഈ വൈറസിനൊപ്പം രോഗത്തിനൊപ്പം ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നാടുകളിലും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, അബദ്ധങ്ങളും തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സംഘടിച്ചിട്ട് ഈ രോഗത്തിനെതിരെ എല്ലാ പ്രസ്ഥാനങ്ങളും, ആഗോള പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്, സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെയും നമുക്ക് എല്ലാം ശരിയായും അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തോടെ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന അപകടങ്ങൾ പറ്റിയേക്കും. നേരത്തെ തന്നെ ഓഗസ്റ്റ് 15 കൂടി വാക്സിൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷ കൊടുത്തത് ഒരു ചെറിയ രീതിയിലെങ്കിലും അതൊരു തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ICMR കൊണ്ടും പറയിച്ചു, നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് പറയിച്ചു. അത് നമുക്ക് ശാസ്ത്രലോകത്തും ICMR ഒരു ശാസ്ത്ര സംഘടനയിലും ഒക്കെ ശാസ്ത്ര പ്രസ്ഥാനത്തിലും നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ പോയി. അപ്പോൾ അത് അവിടെ വളരെ സൂക്ഷ്മത വേണം. രാജ്യത്തിന് ആത്മവിശ്വാസം കൊടുക്കണം. രോഗത്തിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യർ, രോഗം വരുമെന്ന് ഭയക്കുന്നവർ, 2 തരത്തിൽ മനുഷ്യരെ ഉള്ളു. ഇപ്പോൾ രോഗം വന്നവരും വരാനിരിക്കുന്നവരും. അപ്പൊ ആ ആശങ്കയുണ്ട്. അപ്പൊ അവർ ആശങ്ക കൊടുക്കാനായിട്ട് പ്രതീക്ഷ കൊടുക്കണം. നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊരു കാര്യം കൂടിയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ നാട്ടില് ഇപ്പോ വാക്സിൻ ഉടനെ നമുക്കിപ്പോൾ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ വാക്സിൻ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റ് ചില വാക്സിനുകളൊക്കെ പരീക്ഷണ ഘട്ടമൊക്കെ ഏതാണ്ട് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാക്സിൻ ഉണ്ടാകുന്നത് ഉറപ്പാണ്. പക്ഷേ ഞാൻ WHO പഴയ സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോഴും WHO സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ലോജിസ്റ്റിക്കലി ഇതൊരു ഭയങ്കര നൈറ്റ്മെയർ ആയിരിക്കും, ഒരു ഭയപ്പെടുന്ന ഒരു സ്വപ്നമായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഈ വാക്സിനുകളെല്ലാം ഒറ്റ വാക്സിൻ തന്നെ ഇപ്പൊ നമ്മുടെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ആണെങ്കിൽ 2 മുതൽ 8 ഡിഗ്രിക്കകത്തൊക്കെ വെച്ചാൽ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചു. പക്ഷേ ഇത് ലോകം ഇന്ത്യ മുഴുവൻ എത്തിക്കണം, എല്ലാ മൂലയിലും എത്തിക്കണം. വാക്സിൻ കാരിയറുണ്ട്, നമ്മളതിനെ കോൾഡ് ചെയിനെന്ന് പറയും. അപ്പൊ താപനില കൂടിപ്പോകാതെ നോക്കണം. ഇത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിലെല്ലായിടത്തും കറണ്ട് വേണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പോളിയോ വാക്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്ത ഒരു രാജ്യമാണ്. എന്നിട്ട് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പൊ അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടാനായിട്ട് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിരുന്നു, ഡൽഹിയിലൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ എനിക്കറിയാം ഉത്തർപ്രദേശ്, ബീഹാർ, ഇങ്ങനത്തെ മധ്യപ്രദേശ്, ഇങ്ങനത്തെ പിന്നോക്കം നിൽക്കുന്ന ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം ഭൗതിക സാഹചര്യങ്ങൾക്ക് വളരെ കുറവുണ്ട്.
അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തയ്യാറെടുപ്പിക്കേണ്ടി വരും. ഒരു വാക്സിൻ കണ്ടുപിടിച്ച് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നത് കഴിക്കാൻ പറ്റുന്നതല്ല. വാക്സിൻ്റെ 2 ഡോസ് ഉണ്ട്, അത് കുത്തിവയ്ക്കണം. ഈ വാക്സിൻ ഒരുപാട് ഇപ്പം തന്നെ 8 കോടിയോളം വാക്സിൻ ഫയലുകൾ സംഭരിപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ സംഭരിപ്പിച്ചു കഴിഞ്ഞു സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം അവർക്കൊക്കെ ആണെങ്കിൽ കുറേ കോൾഡ് ചെയിൻ്റെ ഒക്കെ സംവിധാനങ്ങളിലൊക്കെ ഇന്ത്യ മുഴുവനുണ്ട്. പുതിയ വാക്സിനുകൾ ഇപ്പോൾ അതുപോലെ കാണില്ല. ഇനി വ്യത്യസ്ത വാക്സിനുകളാണെങ്കിൽ അത് വ്യത്യസ്ത ഊഷ്മാവിലാണ് സൂക്ഷിക്കേണ്ടത്. ചിലതൊക്കെ -70 ഡിഗ്രിയിലൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു കാരിയറിൽ പലതരം വാക്സിൻ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെത്രത്തോളം സജ്ജീകരിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനപ്പുറത്ത്, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊടുക്കുന്നതിനപ്പുറത്ത്, രാജ്യത്ത് താറുമാറായി കിടക്കുന്ന ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനങ്ങളുണ്ട്. രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളെ പരിഹരിച്ച് എല്ലാം സജ്ജീകരിച്ചതിന് ശേഷം കൃത്യമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു തുടക്കത്തിലെ അഭിപ്രായം. ശരി, ശ്രീ സുൽഫി, IMA പ്രതിനിധിയായ സുൽഫിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സുൽഫി, ഈ പ്രധാനമന്ത്രി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിക്കുകയും സംസ്ഥാനങ്ങളുമായുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നേരത്തെ ലാലിനോട് ചോദിച്ചതുപോലെ നമ്മുടെ വലിയ നെറ്റ്വർക്ക് ശൃംഖലയാണ് ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെയും നമുക്ക് ഈ രോഗമെന്ന് പറയുന്നത് 1 വർഷം മാത്രം നമുക്ക് പരിചയമുള്ള രോഗമാണ്. നേരത്തെ പല രോഗങ്ങൾക്കും വാക്സിനേഷൻ സംവിധാനം വന്നപ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വാക്സിനുകൾ വന്നതുപോലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മവിശ്വാസം അതൊരു പക്ഷേ നമുക്കറിയാം, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 15 ലക്ഷം കോടിക്കണക്കിന് മരണം ലോകത്തെമ്പാടുമാകുന്നു. ഇന്ത്യയിൽ മാത്രത്തിലുള്ള മരണങ്ങളുടെ കണക്കുകൾ വരുന്നു. ഒരു ജനത മുഴുവൻ അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള വലിയ ഒരു ശ്രമം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ആത്മവിശ്വാസം അദ്ദേഹം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത് അത് ആ തരത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണോ? അതിൻ്റെ പരിമിതികൾ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം പറഞ്ഞ മാതിരി ഡോക്ടർ SS ലാൽ സൂചിപ്പിച്ച പോലെ വാക്സിൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമാണ്. അത് വാക്സിൻ നമുക്ക് HIV ഉണ്ടായിരുന്നു, ഇതുപോലെയുള്ള പല രോഗങ്ങളും നമുക്കുണ്ടായിരുന്നു. വാക്സിൻ ട്രയലുകൾ ധാരാളം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരം പല ട്രയലുകളും നമ്മൾ പരാജയപ്പെടുകയും മാറി നിൽക്കുകയും ചെയ്തു. റെക്കോർഡ് വേഗത്തിൽ 10 മാസത്തിനകത്ത് നമ്മൾ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു. അല്ലെങ്കിൽ ഭാരതത്തിന്റെ മാത്രം കണക്കല്ല, ഞാൻ ലോകത്തെ മൊത്തം കണക്കുകൾ 236ഓളം വാക്സിനുകൾ ട്രയലിലാണ്. ഏതാണ്ട് 38ഓളം വാക്സിനുകൾ ഫേസ് 3യിലാണ്. അതിലെ 10ഓളം വാക്സിനുകൾ ഏറ്റവും മുൻനിരയിലാണ്. 2 വാക്സിനുകൾ ഇപ്പോ ഫൈസറിന്റെ വാക്സിൻ ഉൾപ്പെടെ 2ാമത്തെ വാക്സിനും കൂടി ഒരു റെഗുലേറ്ററി പെർമിഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മൊഡേണയുടെ വാക്സിൻ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുമ്പോൾ വാക്സിനെ കുറിച്ച് നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. വാക്സിൻ എല്ലാത്തിനും സൊല്യൂഷൻ ആകില്ലെങ്കിൽ പോലും ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഏറ്റവും ഒരു ഭംഗി അതാണ്. നമ്മുടെ നെഗറ്റീവ് സാധനങ്ങൾ നമ്മൾ വിളിച്ചു പറയുകയും ഇന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാമെന്ന് കാണിക്കുകയും ചെയ്യണം. വാക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണം. നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. വാക്സിൻ വരുന്നു എന്നുള്ളതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും, ഡോക്ടർമാർക്കും, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും മറ്റുള്ള എല്ലാവർക്കും വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഇത്രയും കാലം മാനവരാശിയുടെ ഇത്രയും കാലത്തെ ചരിത്രത്തിനുള്ളിൽ നമ്മൾ നേടിയ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം വാക്സിനുകളാണ്, യാതൊരു സംശയമില്ല. കാരണം ഈ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ഏതാണ്ട് 35 അല്ലെങ്കിൽ 30 താഴെവിട്ട് നിന്ന ആയുർദൈർഘ്യം ഇപ്പം 70കളുടെ മുകളിലേക്ക് പോയെങ്കിൽ വാക്സിനുകൾ അതിന് വഹിച്ച പങ്ക് വളരെ 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 വലുതാണ്. ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിലുള്ള പങ്ക്, ആ ഒരു വാക്സിന്റെ ആ ഒരു പോസിറ്റീവ് വശം പറയുമ്പോൾ അത് ഒരു പിഴ പോലും, ഒരു ചെറിയ പിഴ പോലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയ പിഴ ഉണ്ടായാൽ പോലും ഈ വാക്സിൻ വിരുദ്ധരോ അല്ലെങ്കിൽ വാക്സിനെതിരെ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ വാക്സിനുള്ള വിശ്വാസമോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ കേരളത്തില്, ഭാരതത്തില് വാക്സിനുകൾ ഇപ്പൊ നമുക്കിപ്പോ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഓക്സ്ഫോർഡ് വാക്സിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഭാരത് ബയോടെക്കിന്റെ വാക്സിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സൈഡസിന്റെ വാക്സിൻ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സൈഡസിന്റെ വാക്സിൻ ആണെങ്കിലും നമ്മളിപ്പോ ഒരുപക്ഷെ നമ്മൾ സ്പുട്നിക് വാക്സിൻ അവിടെ നിന്ന് വാങ്ങുവാണെങ്കിലും ഒരുപക്ഷെ ഫൈസർ വാക്സിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല, കാര്യം -70. ഇതിനെല്ലാം നമുക്ക് ഏറെ ലോജിസ്റ്റിക്കുകൾ ആവശ്യം. അതിനെ സൂക്ഷിക്കുന്ന രീതി, കോൾഡ് ചെയിനിലൂടെ രോഗിയിലേക്ക് എത്തിക്കുന്ന രീതി, അവിടുന്ന് രോഗിക്ക് കൊടുക്കുന്ന രീതി, ഇതൊക്കെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒരു അണുകിട പിഴയ്ക്കാതെ, ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഉത്കണ്ഠയുണ്ട്. വാക്സിൻ വരുമ്പോൾ ഒരു നല്ല കാര്യം വരികയാണ്, വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെയാണ്. കല്യാണത്തിൽ ഒരു പാകപ്പിഴയും ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയും വേണം. അറ്റ് ദ സെയിം ടൈം
മിസ്റ്റേക്കുകൾ ഒന്നും ഉണ്ടാകാതിരിക്കുകയും വേണം. വളരെ സന്തോഷമുള്ള കാര്യമാണ്, ആങ്സൈറ്റി ഉള്ള കാര്യമാണ്. അപ്പം എന്തുകൊണ്ട് ആങ്സൈറ്റി എന്ന് വെച്ചാൽ വാക്സിൻ കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വാക്സിൻ സൂക്ഷിക്കുന്ന രീതിയിലോ ഡോസേജ് രീതിയിലോ അപൂർവമായി ഉണ്ടാക്കാവുന്ന മൈനർ സൈഡ് എഫക്റ്റുകളുടെ രീതിയിലോ ഒക്കെ തന്നെയും വളരെ ജാഗരൂകരായി നിൽക്കേണ്ടതാണ്. ഒരു നാഷണൽ ലീഡർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ കാര്യങ്ങളിൽ സയന്റിഫിക് വേൾഡിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം 8ഓളം വാക്സിനുകൾ ഇതിനകം പരീക്ഷണത്തിലുണ്ട് എന്ന് പറയുമ്പോഴും ഏത് വാക്സിനാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. ആഴ്ചകൾക്കകം എന്ന ഒരു പരാമർശം മാത്രമാണ് അദ്ദേഹം നടത്തിപ്പോകുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സംവിധാനങ്ങൾ, എത്ര പേർക്ക് ഇത് വിതരണം ചെയ്യാൻ സാധിക്കും? കാരണം ഒരു 3 കോടിയുടെ കണക്കാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. ആദ്യം 1 കോടി ആരോഗ്യ പ്രവർത്തകർ, പിന്നീട് കോവിഡ് വാരിയേഴ്സായുള്ള മറ്റ് 2 കോടി ആളുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതിനൊരു വ്യക്തത കുറച്ചുകൂടി വരേണ്ടതുണ്ട്. ഏത് വാക്സിനാണ് ജനങ്ങളിലേക്ക് എത്തുക, നമുക്കത് എങ്ങനെ പ്രായോഗികമായി എത്തിക്കാൻ സാധിക്കും, ഒപ്പം നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പൊതുജനത്തിനുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട്. അബ്സല്യൂട്ട്ലി. നമ്മളെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം. കേരളത്തിലെ നമുക്ക് എന്ത് വാക്സിൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു ദിസ് ആൻ എഡ്യൂക്കേറ്റഡ് ഗസ്. നമുക്കിപ്പോ നമ്മുടെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും ഓക്സ്ഫോർഡ് വാക്സിൻ തന്നെ ആയിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ലഭിക്കും. കേരളത്തിലെ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ എത്ര പേർക്കാണ് നൽകേണ്ടത്, ഹൈ റിസ്ക് ഗ്രൂപ്പ് ഏതാണ്, ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തന ലിസ്റ്റും മറ്റ് ലിസ്റ്റെല്ലാം കളക്ട് ചെയ്ത് ഓൾറെഡി തന്നെ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ്, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഏത് വാക്സിൻ വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഓക്സ്ഫോർഡ് വാക്സിൻ തന്നെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഭാരത് ബയോടെക്കിന്റെ വാക്സിൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സൈഡസ് പുറകിലാണ്, അതാണ് അതിന്റെ സത്യം. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല, ഒരു RNA വാക്സിൻ അല്ലെങ്കിൽ ജനറ്റിക് വാക്സിൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അത് മോഡേണയുടെയും ഫൈസറിന്റെയും ആണ്. പക്ഷെ അത് നമുക്ക് ഭാരതത്തിൽ ലഭ്യമാക്കുവാനും ഈ കോൾഡ് ചെയിൻ ശൃംഖല കാത്തു സൂക്ഷിക്കുവാനെ കൊണ്ട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതൊരു പ്രാക്ടിക്കൽ റിയാലിറ്റി മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഓക്സ്ഫോർഡ് വാക്സിൻ തന്നെയായിരിക്കാം നമുക്ക് കിട്ടാനുള്ളത്. ഭാരത് ബയോടെക്കിന്റെ ICMR-ഉമായിട്ട് ചേർന്ന് നടത്തുന്ന വാക്സിനും 3rd ഫേസിലാണ്. അതിന്റെ സ്റ്റഡീസും 3rd ഫേസിന്റെ സ്റ്റഡീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലാൻസെറ്റില് രണ്ട് ട്രയലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് വാക്സിൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ എല്ലാ വാക്സിനും ഈക്വലി ഗുഡ് ആണ്. എഫിക്കസി വൈസ് ചില വാക്സിൻ 94% അല്ലെങ്കിൽ 96% പറയുമ്പോൾ ഇപ്പോ ഓക്സ്ഫോർഡ് വാക്സിൻ പോലും ഓക്സ്ഫോർഡ് വാക്സിൻ ഒരു എന്താ പറയാ ഒരു അഡിനോ വൈറസ് വെക്ടർ വാക്സിൻ ആണെങ്കിൽ പോലും അതിന് പോലും നല്ല ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫിക്കസി റേറ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് വാക്സിൻ ആണെങ്കിലും നല്ലത് എന്നേ പറയുള്ളൂ. പക്ഷെ ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അവൈലബിൾ ആകുന്ന ഏത് വാക്സിനും തീർച്ചയായിട്ടും രോഗപ്രതിരോധത്തിനെ വളരെയധികം സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. ശരി, ശ്രീജിത്ത് പണിക്കരും ചേരും. ശ്രീജിത്ത്, നമ്മൾ ഈ സംസാരിക്കുന്ന അവസരത്തിൽ 15 ലക്ഷം പിന്നിടുകയാണ് ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം. 6.5 കോടി രോഗബാധിതർ ഇന്ന് ലോകമെമ്പാടുമുണ്ട്. UK ആണ് ആദ്യമായി ധൈര്യമായി വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ധൈര്യപൂർവ്വമുള്ള പ്രഖ്യാപനം നടത്തിയത്. ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട് വാക്സിനേഷനെ സംബന്ധിച്ച്. ഇന്ത്യയും ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും അത്തരത്തിലുള്ള ആഴ്ചകൾക്കുള്ളിൽ വാക്സിൻ എത്തുമെന്ന പ്രഖ്യാപനവും നടത്തുന്നു. ഈ വാർത്തകളെയൊക്കെ ശ്രീജിത്ത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മഹാമാരി, നമ്മുടെ ജീവിത സാഹചര്യം തന്നെ വല്ലാതെ മാറ്റിമറിച്ച ഒരു മഹാമാരിയെ നേരിടുന്നതിൽ ഈ വരുന്ന വാർത്തകളൊക്കെ ശുഭകരമാണ് എന്ന് കരുതാമോ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഇത് നമുക്ക് മുൻപരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ, അത് ഭരിക്കുന്നവരാണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ഇപ്പോൾ വാക്സിൻ റിസർച്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഈ കാര്യത്തിൽ അഡോപ്റ്റ് ചെയ്തത് എന്ന് നിസ്സംശയം പറയാം. കാരണം അത്തരത്തിലുള്ള, നേരത്തെ ഡോക്ടർ ലാൽ ഇവിടെ പറഞ്ഞതുപോലെ, നമുക്ക് ഏത് സമയത്തേക്ക്, ഇപ്പോൾ ഓഗസ്റ്റ് 15-ന് നമുക്ക് വാക്സിൻ ലഭ്യമാകും എന്നൊരു തീയതി പറയുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് നമ്മൾ പറയുന്നതാണ്. അത് ഇന്ത്യ മാത്രമല്ല, ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ മറ്റു പല വികസിത രാജ്യങ്ങൾ പോലും പറഞ്ഞിട്ടുമുണ്ട്. തന്നെയുമല്ല, ഈ വാക്സിനേഷന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പ്രോഗ്രാമിലേക്ക് വരുന്ന ഇൻപുട്ട് കോസ്റ്റുകൾ എത്രയാണ് എന്നൊക്കെ പറയുന്നതിനെ പറ്റി സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോലും CEO പറഞ്ഞിരിക്കുന്ന കണക്ക് ഏതാണ്ട് 80,000 കോടി രൂപ എന്നാണ്. അപ്പോൾ ആ കണക്ക് കൃത്യമല്ല എന്ന രീതിയിൽ നമ്മുടെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഇതിന്റെ ഒക്കെ പുറത്താണ് മൊത്തത്തിലുള്ള ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് ഇപ്പോൾ വന്നിരിക്കുന്ന കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഉണ്ടായിരിക്കുന്ന പുരോഗതി വളരെ പ്രധാനമാണ്. അഹമ്മദാബാദിലും ഹൈദരാബാദിലും പൂനെയിലുമുള്ള അവരുടെ യൂണിറ്റുകളിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നു. അപ്പോൾ അതിനുശേഷമാണ് എന്തൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങളാണ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച്, കാരണം ആരോഗ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു സംസ്ഥാനത്തിന്റെ കൂടി വിഷയമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ യോജിച്ച് ഇത് പ്രവർത്തിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു.
സർവകക്ഷി യോഗം വിളിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാവരും തന്നെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ഗവൺമെന്റ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പ്രധാനമാണ്. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരായുള്ള എന്നോടൊപ്പമുള്ള ഡോക്ടർമാർ തന്നെ അംഗീകരിക്കുന്ന പോലെ, ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ് ഇന്ത്യയുടേത്. ഒരു വർഷം ഏതാണ്ട് 27 ദശലക്ഷം കുട്ടികൾക്കാണ് നമ്മൾ വാക്സിൻ നൽകുന്നത്. ന്യൂബോൺ ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ വാക്സിൻ നൽകുന്നത്. തന്നെയുമല്ല, ഇതിന്റെ ഒരു ചെയിൻ എന്ന് പറയുന്നത്, അതായത് വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ട്രാൻസ്പോർട്ടേഷനെ സംബന്ധിച്ചിട്ടായാലും അതിന്റെ സ്റ്റോറേജിനെ സംബന്ധിച്ചിട്ടായാലും നമുക്കുള്ള ജനറൽ അവയർനെസ് കൂടുതലാണ്. തന്നെയുമല്ല, ആ അവയർനെസ് മാത്രമല്ല, അതിനേക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ തന്നെ രഞ്ജിത്ത് തന്നെ ഇവിടെ പറഞ്ഞു ഇതിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളെ പറ്റി. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് കോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ പല തരത്തിലുള്ള ടെക്നോളജികളെ പറ്റി പറഞ്ഞു. ഇപ്പോൾ mRNA എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ DNA വെക്ടർ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്ന റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള കോസ്റ്റുകൾ, അപ്പോൾ ഈ കോസ്റ്റ് എങ്ങനെയാണ് റിക്കവർ ചെയ്യുക, അതിൽ എത്രത്തോളം കേന്ദ്ര സർക്കാർ വഹിക്കും, എത്രത്തോളം സംസ്ഥാന സർക്കാർ വഹിക്കും. ഈ പറയുന്നത് പോലെ ഫൈസറിന്റെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാവുകയാണ് എങ്കിൽ അതൊക്കെ -70°C സൂക്ഷിക്കേണ്ടതാണ്. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ശീതീകരിച്ചിട്ടുള്ള ബോക്സുകളിലാക്കണം. ആ ബോക്സിൽ ഒരെണ്ണത്തിൽ ചിലപ്പോൾ 5000 ആംപ്യൂളുകളായിരിക്കും, ഡോസേജ് ആയിരിക്കും ചിലപ്പോൾ സൂക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാതെ അതെങ്ങനെ കൊണ്ടുപോകാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 മുതൽ 8°C വരെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് എത്ര കാലത്തേക്ക് ഇരിക്കാം, ഇതില്ലാതെ ഇതിന്റെ മൊത്തത്തിലുള്ള ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള ലൈഫ് എത്രയാണ്, തുടങ്ങിയ ഒരുപാട് പരിഗണനകളുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഇതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്, ഈ ഒരു ടോട്ടൽ ഈ വാക്സിനേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു ബില്ലുണ്ട്, സംസ്ഥാനവുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട്, ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ഇൻപുട്സ് ധാരാളമായിട്ട് വേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സമഗ്രമായ മുന്നേറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ ഓക്സ്ഫോർഡ് ലാബിന്റെ ആണെങ്കിൽ അതൊരു പക്ഷേ ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരെണ്ണമായിരിക്കാം. അതിന് പലരും പറയുന്ന ഈ കോവാക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന സാധനത്തിനൊക്കെ പറയുന്ന ഒരു ഡോസിന് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 300 രൂപയ്ക്കകത്ത് എന്നാണ്. സ്പുട്നിക് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഏതാണ്ട് 800 വരെ പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയത്ത് പോലും ശാസ്ത്രീയമായി സാങ്കേതികമായി നമ്മൾക്കുണ്ടാകുന്ന പുരോഗതി, ഈ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി എന്നും ആ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഭരണത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടി ചേർന്ന് ഏകോപനത്തിൽ കൂടി അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതും അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തുന്ന പ്രവർത്തനങ്ങളും ശുഭോദർക്കമാണ്. അപ്പോൾ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത അല്ലെങ്കിൽ വശം എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. നമ്മൾ അതിലേക്ക് എത്തും. പക്ഷേ അതിൽ എത്തുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വേണ്ടത് ഒരുപക്ഷെ ഇതിന്റെ ഒരു റെഡിനെസ് ആണ്. അപ്പോൾ ആ ഒരു റെഡിനെസ് എന്ന് പറയുന്നതിൽ നമ്മൾ ശരിയായ പാതയിലാണ് എന്നുള്ളത് തീർച്ചയായും സന്തോഷം പകരുന്നതാണ്. ഡോക്ടർ എസ് ലാൽ, ഈ നേരത്തെ താങ്കൾ തുടക്കത്തിലത്തെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു പ്രായോഗിക സംബന്ധിച്ചാണ്. നമുക്ക് നേരത്തെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഒരുപാട് പരാതികൾ, അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലടക്കം വാക്സിൻ സ്വീകരിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ച് സംഘടനകൾ പോലും ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചവരുമൊക്കെ ഉണ്ട്. ഒരു വാക്സിനും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ബീഹാറിലും മറ്റും ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാക്സിനേഷനിൽ ഇതിന് മുൻപുണ്ട്. സ്വാഭാവികമായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്ന് തന്നെയാകും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ഇനി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതെത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതും വലിയൊരു പ്രശ്നമായി മാറുകയില്ലേ മുന്നോട്ടുള്ള നാളുകളിൽ? തീർച്ചയായും അതും ഒരു പ്രശ്നമായിരിക്കും. ഇന്ത്യ പോലെ ഇത്രയും ജനസംഖ്യയുള്ള, ഇത്രയും വ്യത്യസ്തതയുള്ള മനുഷ്യർ വ്യത്യസ്ത തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഹാമാരിയുടെ പിടുത്തത്തിലാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ അറിയാം, നമുക്ക് ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യർ പോലും അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമായിരുന്നു അത്. ലോകം മുഴുവൻ ഈ രോഗത്തെപ്പറ്റി തിരിച്ചറിയാൻ നിൽക്കുമ്പോൾ, ഭയന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ നാട്ടിലേക്ക് രോഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചാണകത്തിൽ കുളിച്ചാൽ അസുഖം മാറുമെന്ന് വരെ പറയുന്ന അത്തരം, അത് ഭയങ്കര, ഞാനൊക്കെ അക്കാലത്ത് പുറത്ത് ജീവിക്കുക, നമുക്കൊക്കെ നാണക്കേടുണ്ടാക്കിയ കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് പ്രചരണങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതൊരു മനുഷ്യനെ തകർത്ത് മുന്നേറുന്ന ഒരു രോഗമാണെന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അത്തരം ചെറിയ പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ അതൊക്കെ കുറയാൻ തുടങ്ങി. ഒരു തരത്തിൽ അത് നല്ലതുമായി. കാരണം ശാസ്ത്രത്തിന് പരിഗണന കൊടുക്കുന്ന രീതിയിലേക്ക് ഭരണകൂടങ്ങൾ മാറുകയും ചെയ്തു. ശാസ്ത്രത്തിന് പിന്തള്ളിയ അമേരിക്കൻ പ്രസിഡന്റ് അവസ്ഥ നമുക്കറിയാം, ജനങ്ങൾ പിന്തള്ളുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അത് ഈ ഇത്രയും ദുരിതം ഉണ്ടായപ്പോഴത്തേക്ക് സാധാരണ ഒരു വാക്സിനേഷനെതിരെ അല്ലെങ്കിൽ സാധാരണ രോഗത്തിനെതിരെ ഈ നാട്ടിലും മറ്റ് നാടുകളിലും ശാസ്ത്രവിരുദ്ധ സമൂഹം അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അറിയാത്തവർ, എല്ലാം അറിയുന്നവരെ പോലെ സംസാരിച്ച് ഗവൺമെന്റുകൾ നടത്തുന്ന, ശാസ്ത്ര സംഘടനകൾ നടത്തുന്ന
ശാസ്ത്രജ്ഞരും ചികിത്സകരും നടത്തുന്ന ശ്രമങ്ങളെ പാടെ പൊളിച്ചു കളയുന്ന രീതികൾ പണ്ടുണ്ടായിരുന്നതിന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാനൊക്കെ 90കളിലൊക്കെ ഈ പോളിയോ പ്രതിരോധ മരുന്ന് കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ്. നമുക്ക് തിരുവനന്തപുരത്ത് പോലും ചില പ്രദേശങ്ങളിൽ ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ടെന്ന് സമൂഹമായിട്ട് ആ പ്രദേശത്ത് താമസിക്കുകയും അവിടെ ചെല്ലുന്ന ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കാനൊക്കെ ചെല്ലുന്ന അവസരമുണ്ടായി. അപ്പോൾ ഞങ്ങൾ അന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഒരുപാട് ഇടപെട്ടാണ് തിരുവനന്തപുരത്ത് പോലും വ്യത്യാസമുള്ളത്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെപ്പറ്റി ഗവൺമെന്റ് ഒരു ധാരണ വേണം. എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊരു ഗവൺമെന്റ് നേരത്തെ ഒരു തയ്യാറെടുപ്പ് വേണം. ഇത്തരം പ്രശ്നങ്ങൾ വന്നേക്കാം. ഒരു പക്ഷേ പഴയതുപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ മതവിഭാഗങ്ങളായാലും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരായാലും അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവരായാലും ഒക്കെ അവർക്കും കൂടെ അസുഖം വന്നപ്പോൾ അവരുടെ മുന്നിൽ മനുഷ്യർ മരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നാവ് അടക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ഇതൊരു അസുഖമേ അല്ല, വൈറസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ ആൾ ജയിലിലാകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ ലോകത്ത് മുഴുവൻ നടക്കുകയും ഇത്തരം അശാസ്ത്രീയ പ്രചരണങ്ങൾക്ക് മുന നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ഈ പറയുന്നവർ തന്നെ മരണത്തിലേക്കും അല്ലെങ്കിൽ കടുത്ത രോഗത്തിലേക്കൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായ വ്യത്യാസമുണ്ട്. അത് അങ്ങനെ ഒരു വില കൊടുക്കേണ്ടി വന്നെങ്കിൽ പോലും ഒരു അർത്ഥത്തിൽ ശാസ്ത്രത്തിന് അംഗീകാരം കിട്ടിയ ഒരു അവസ്ഥയും കൂടിയാണ്. എങ്കിൽ തന്നെയും ഇതിനെതിരെ കുപ്രചരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഗവൺമെന്റ് നേരത്തെ തന്നെ കാണണം, മുൻകൂട്ടി കാണാൻ. സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും. ഇപ്പൊ തന്നെ നേരത്തെ ഡോക്ടർ സുൽഫി, IMAയുടെ സംസ്ഥാന നേതാവ്, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം 10 മാസം കൊണ്ടാണ് വാക്സിൻ ഉണ്ടായെന്ന് പറയുന്നത്. അതിപ്പോ തന്നെയും ലോകാരോഗ്യ സംഘടന ഒരു വാക്സിൻ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലൂടെ കടന്നെത്തിക്കൊണ്ട് വരികയാണ്, ഇത്രയും വേഗത്തിൽ കടന്നിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ phase 3 ട്രയൽ എന്നൊക്കെ പറയുന്ന 3ാം ഘട്ട മനുഷ്യരിലെ പരീക്ഷണമൊക്കെ കുറച്ച് വേഗത്തിൽ നടത്തിയിട്ടുണ്ട്. ചിലടത്ത് 2-3 ഘട്ടങ്ങളൊക്കെ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചില പരിമിതികളുണ്ടെന്ന് ശാസ്ത്രം തുറന്ന് സമ്മതിക്കുകയാണ്. 10 മാസമായിട്ട് വാക്സിൻ ഇല്ലാന്ന് ആധുനിക ശാസ്ത്രം സമ്മതിച്ചിരിക്കുകയാണ്. ഈ വാക്സിൻ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അതിന് പരിമിതികൾ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. പക്ഷെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടി ഗവൺമെന്റ് ജാഗരൂകരായിരിക്കണം. ഈ വിഷയങ്ങളിൽ ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ദേശീയ ഗവൺമെന്റ് ആയാലും ഒറ്റ ശബ്ദമേ പാടും. ശരി, ഡോക്ടർ സുൽഫി, നമുക്കറിയാം ഈ രോഗം സംബന്ധിച്ച് നമുക്കൊരു നിർണ്ണയിക്കാനുള്ള ഘട്ടമായിട്ടില്ല. പുതിയ രോഗമാണ്, 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ രോഗവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടും അത് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടും ഈ വൈറസിന്റെ സ്വഭാവത്തിലും നമുക്ക് കൃത്യമായ അതിന്റെ രീതിയിൽ നിശ്ചയിക്കാറായിട്ടില്ല. ആ സമയത്താണ് ഒരുപക്ഷെ ഒരുപാട് രോഗങ്ങൾ, മഹാമാരികൾ ലോകത്തുണ്ടായപ്പോഴും അവയൊക്കെ വാക്സിനുകൾ ഉണ്ടാകുന്ന വർഷങ്ങളുടെ ഗവേഷണ ഫലമായിരിക്കും. ഇതൊരു 10 മാസം 12 മാസം കൊണ്ടാണ് ഇതിൻ്റെ വാക്സിൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതൊരു പ്രിമച്വർ സ്റ്റേജ് ആയിപ്പോയോ? ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലുമൊക്കെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കുമോ? ഇല്ല, അബ്സല്യൂട്ട്ലി ഇല്ല. അതെന്തെന്നറിയാവോ, എനിക്ക് ഈ രംഗവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ചികിത്സാ മേഖലയുടെ, ലോക ചികിത്സാ മേഖലയുടെ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും പ്രസിദ്ധീകരണങ്ങളുമാണ് ഈ കഴിഞ്ഞ 10 മാസങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അത് ഒരു രോഗത്തിനും ഉണ്ടായിട്ടില്ല, ഒരു പാൻഡമിക്കിനും ഉണ്ടായിട്ടില്ല, ഒരു രോഗത്തിനും ഉണ്ടായിട്ടില്ല, ഒരു അസുഖത്തിനും ഉണ്ടായിട്ടില്ല, ഒരു മഹാമാരിക്കും ഉണ്ടായിട്ടില്ല, ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല. അത്രയും, അതായത് ഓരോ ദിവസവും പുറത്തു വരുന്ന ആധികാരികതയുള്ള റാൻഡമൈസ് കൺട്രോൾ ട്രയലുകൾ തന്നെ വളരെ അധികമാണ്. ആയിരക്കണക്കിന് പഠനങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരുന്നത്. 24 മണിക്കൂറും ഭാരതത്തിലെ, ലോകത്തിലെ ശാസ്ത്രലോകം ഉണർന്നിരുന്നു കൊണ്ട് ചെയ്ത ഒരു പഠനമാണ്. അത് ശരിക്കും നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 കൊല്ലം കഴിയുമ്പോൾ ഈ പാൻഡമിക്കില് നടന്ന പഠനങ്ങൾ ലോക ചരിത്രത്തിൽ എഴുതപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഒരു ആശങ്കയ്ക്കും ആ കാര്യത്തിൽ വകയില്ല. കാരണം പെട്ടെന്നായിപ്പോയി എന്നുള്ളത്. നമ്മുടെ സാങ്കേതിക വിദ്യ കൂടി. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. US അല്ലെങ്കിൽ ന്യൂയോർക്കില് റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് പറ്റില്ല എന്ന് തീരുമാനിക്കുകയാണ്. കാര്യം അല്ലെങ്കിൽ ഒരു റാൻഡമൈസ് കൺട്രോൾ ട്രയലുണ്ട്, പറ്റില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ സെക്കൻഡിലാണ് കേരളത്തിലെ കുഗ്രാമങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ മരുന്ന് റെംഡെസിവിർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ തീരുമാനിക്കുകയാണ് റെംഡെസിവിർ എന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കുന്നത്, ലോപ്പിനാവിർ, റെറ്റിനോവിർ ആയിക്കോട്ടെ, എന്ത് മരുന്നും. അതായത് ശാസ്ത്ര സാങ്കേതിക വിഷയത്തിന്റെ അല്ലെങ്കിൽ ആ മേഖലയുടെ കുതിപ്പ് ഉണ്ടാക്കിയ വ്യതിയാനം അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളിൽ ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും നൽകിയ ഒരു ഹെൽപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിമിഷങ്ങൾക്കകമാണ് ലോകം മുഴുവൻ ഓരോരോ ചേഞ്ചസും ഓരോരോ ചെറിയ ചലനങ്ങളും നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു വലിയൊരു ക്വാണ്ടം ജമ്പ് ഇതിന്റെ ഗവേഷണത്തിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളിലുണ്ടായ ഗവേഷണങ്ങളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തു എങ്കിൽ പോലും നമുക്ക് അത്രയും വേഗം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനവും മറ്റ് കാര്യം. ഒരൊറ്റ കാര്യം നോക്കൂ, നമ്മുടെ വുഹാനില് അവര് ആദ്യത്തെ 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ
വൈറസിനെ പഠിക്കുകയും ജീനോമിക് സീക്വൻസ് ഉണ്ടാവുകയും അവരുടെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ഉണ്ടാവുകയും ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അവർ എവിടുന്നാ പഠിച്ചത്? തൊട്ട് മുമ്പുണ്ടായ സാഴ്സിൽ നിന്നുണ്ടായിരുന്ന അവരുടെ പബ്ലിക് ഹെൽത്ത് മേഖലയെ അവർ ബൂസ്റ്റ് ചെയ്ത് പമ്പ് ചെയ്ത് വളരെ ശക്തിയായിട്ട് നിലനിർത്തിയതാണ്. അങ്ങനെ വളരെ പ്രൈംഡ് ആയിട്ടുള്ള വളരെ സജ്ജീകരണങ്ങളുള്ള ഒരു മേഖലയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നപ്പോ പാകപ്പിഴകൾ ഉണ്ടായിട്ടാവാം, പലതിനെയും നമ്മൾ തള്ളിക്കളയുണ്ടായിട്ട് പല വാക്സിനുകളും നമ്മൾ തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ August 15 എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശാസ്ത്രലോകം അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു. ഈവൻ നമ്മുടെ ട്രംപ് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു വാക്സിനുകളെ കുറിച്ച് പോലും, അതിനെ പോലും എല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ശാസ്ത്രം വളരെ അടിസ്ഥാനപരമായ ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണത്. നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ശ്രീ SS ലാൽ, ഒപ്പം ശ്രീ സുൽഫി നൂഹു എന്നിവർ. വളരെ പെട്ട അതിഥികളിലേക്ക് തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആഴ്ചകൾക്കകം കോവിഡ് വാക്സിൻ പൊതുജനങ്ങളിലേക്ക് എത്തുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. അതിന്റെ പ്രായോഗിക സംബന്ധിച്ചും ഈ രംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി നമ്മൾ ഒരുപക്ഷെ ഇതിന് മുൻപെങ്ങും കാണാത്ത വിധം ഈ വാക്സിന് വേണ്ടിയുള്ളൊരു മത്സരമായിരിക്കും ലോകരാജ്യങ്ങൾ തമ്മിൽ. ഈ ലോകാരോഗ്യ സംഘടനയൊക്കെ തുല്യമായി വീതിക്കണം എന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും വലിയ വലിയ കോർപ്പറേറ്റുകൾ, മൾട്ടിനാഷണൽ കമ്പനികളാണല്ലോ, അവർ സ്വാഭാവികമായും ലാഭം കൊതിക്കുന്നവരായിരിക്കും. വാക്സിൻ മുഴുവൻ പണം കൊടുത്തു വാങ്ങാൻ ശേഷിയുള്ള അമേരിക്കയെ പോലെയുള്ള വികസിത രാജ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കും? ഇന്ത്യക്ക് നമ്മുടെ ഒരു വലിയ ജനസംഖ്യയെ തൃപ്തിപ്പെടുത്തും വിധം, അവരിലേക്ക് എത്തിക്കത്തക്ക വിധം എങ്ങനെ ഇത്രയധികം വാക്സിനുകൾ കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ നിർണായകമാവില്ലേ? തീർച്ചയായും പലവിധ ആശങ്കകളുണ്ട്. ആ ആശങ്കകളിൽ ഞാൻ കരുതുന്നത് അതിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചർ, അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളത് അത്തരത്തിലുള്ള ആശങ്കകളുടെ ഒരു ഭാഗം മാത്രമാണ്. ഉദാഹരണത്തിന്, ഈ ടെക്നോളജി മുന്നേറുന്നതോടൊപ്പം തന്നെ വാക്സിൻ അവൈലബിൾ ആകുന്ന സമയത്ത് ഇതിന്റെ ഡോസേജ് എന്തായിരിക്കണം? പല വാക്സിനുകൾക്ക് പല ഷോട്ടുകളാണ് പറയുന്നത്. ചിലത് 2 ഷോട്ടുകൾ 4 ആഴ്ച ഗ്യാപ്പിൽ അല്ലെങ്കിൽ 3 ആഴ്ച ഗ്യാപ്പിൽ എടുക്കുന്ന 2 ഷോട്ടുകളുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള CDC ഉണ്ട്, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. CDC പറയുന്നതനുസരിച്ച് സിംഗിൾ ഷോട്ട് വാക്സിനുകളെക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ എത്രത്തോളം ഡോസേജ് ആണ് ആൾക്കാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ വിഷയം. കാരണം ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നതിനും ഇതിന്റെ ഡോസേജുമായിട്ടൊരു ബന്ധമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ആശങ്കയുള്ള വിഷയം എന്ന് പറയുന്നത് ഇത് ആരൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തവണ അസുഖം വന്നിട്ട് പോയ ആൾക്കാർ ഇത്തരത്തിലുള്ള വാക്സിനേഷൻ എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ CDC പോലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. അത് കൂടുതലായിട്ടുള്ള ക്ലിനിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാകണം. അതിന്റെ റിസൾട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ മുൻപ് രോഗബാധിതരായിട്ടുള്ള അസുഖം ഭേദമായിട്ടുള്ള ആൾക്കാർ ഇത് എടുക്കുന്നത് കൊണ്ട് പ്രയോജനമുള്ളോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പറയാൻ കഴിയൂ എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇനി ഇത് എടുത്താൽ തന്നെ എത്ര കാലത്തേക്ക് മാസ്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് നോമുകളും പിന്തുടരണം എന്ന് ചോദിക്കുന്നതിലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും CDCക്ക് പോലുമില്ല, ലോകരാജ്യങ്ങളിൽ എങ്ങുമില്ല. അവരിപ്പോഴും പറയുന്നത് പുതുതായിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയലുകളുടെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം, അത് ഒരു ലൈസൻസ് പ്രൊക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടായതിനു ശേഷം മാത്രമേ നമുക്ക് ഈ മാസ്കുകളും സോഷ്യൽ ഡിസ്റ്റൻസിങ് നോമുകളും ഒക്കെ മാറ്റാമോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വശമുണ്ട്. പിന്നീട് വരുന്നതാണ് ഇതിന്റെ കോസ്റ്റ്. അപ്പോൾ ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഈ കോസ്റ്റിനെ പറ്റി നമ്മളിപ്പോൾ ലോകരാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഈ കാര്യത്തിൽ തുലനം ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അമേരിക്കയിലുള്ള മൊത്തത്തിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 32 കോടി മാത്രമാണ്. തന്നെയുമല്ല, ഇന്ത്യയേക്കാൾ വളരെ വികസിതമായിട്ടുള്ള വളരെ വലിയ ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കോവിഡ് വാക്സിൻ എല്ലാവർക്കും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്, ഒന്ന് ഫ്രാൻസ് ആണ്, മറ്റൊന്ന് ജപ്പാനാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ജനസംഖ്യ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ ഏതാണ്ട് 32 കോടിയാണെങ്കിൽ ജപ്പാനിലേക്ക് വരുമ്പോൾ അത് ഏതാണ്ട് 12-13 കോടിയാണ്. ഫ്രാൻസിലാണെങ്കിൽ അത് 7 കോടിയിൽ താഴെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഒരു 50 കോടിയാണ് വരിക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ നോക്കുന്നത് 135 കോടി ആൾക്കാരിലേക്കാണ്. അതിൽ തന്നെ നമ്മുടെ ഈ പോവർട്ടി ലൈനിന്റെ താഴെ എത്ര പേർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്, പക്ഷേ മറ്റേ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്, അപ്പോൾ ആർക്കാണ് പ്രയോറിറ്റി നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ഒരുപക്ഷെ ഈ വാക്സിൻ ഡെവലപ്മെന്റ് എന്നതുപോലെ തന്നെ കൂടുതൽ തോട്ട്സ് ഒക്കെ പോകേണ്ടുന്ന പല പല മേഖലകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രായോഗികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള വാക്സിനേഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ മോഡലായിരിക്കാം. ഒരുപക്ഷെ ഗവൺമെന്റിന്റെ തന്നെ ഒരു പാർട്ട് കോസ്റ്റ് ബെയർ ചെയ്യുകയും സംസ്ഥാനങ്ങൾ ബെയർ ചെയ്യുകയും, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും, ഉദാഹരണത്തിന് മധ്യപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാട് ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹെൽത്ത്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇത് സൗജന്യമായിട്ട് ലഭ്യമാക്കും.
അപ്പോൾ ഇതിൽ തന്നെ ഒരു പൊളിറ്റിക്സിന്റെ വശം കൂടി അതുകൊണ്ട് കടന്നു വരും. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങൾക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കക്ഷികളല്ലാതെ മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ഈ കോസ്റ്റ് ഷോർപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് എങ്കിൽ അത് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ പിന്നീട് കാരണമാകാനുമുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രസ്താവന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് തന്നെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും, ഓരോ ആളിന്റെയും ജീവിതം എന്ന് പറയുന്നത് പ്രധാനമാണ്, അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഇത് സൗജന്യമായിട്ട് നൽകണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇവിടെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഡൽഹി അത് കൊടുത്തുകൂടാ, ഡൽഹിയും അത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നൽകുന്ന മറുപടി ഒന്ന് ആലോചിച്ച് നോക്കണം. ജനങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ പ്രധാനമാണ് എന്ന് പറയുന്നയാൾ ഇവിടെ സംസ്ഥാനങ്ങൾക്കായിട്ടുള്ള ഒരു മോഡലുണ്ട് എന്ന് കണ്ടപ്പോൾ പറഞ്ഞത് കോവിഡ് വാക്സിന്റെ വില എത്രയാണെന്ന് നോക്കട്ടെ, അതിനുശേഷം പരിഗണിക്കാമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോറിറ്റീസ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, പ്രാക്ടിക്കാലിറ്റി, നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്. ഈ പ്രായോഗികത എന്ന് പറയുന്ന പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ നിമിഷത്തിൽ കരുതുന്നത് നമ്മൾ പുരോഗമിക്കുന്ന പാത ശരിയാണ്. കാരണം ഇവിടെ നേരത്തെ ഡോക്ടർ ലാൽ തന്നെ പറഞ്ഞു, ഇതിന് ഒരു കോൾഡ് ചെയിൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് കേവലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രഖ്യാപനമല്ലാതെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ലക്സംബർഗിൽ അവിടെ പ്രധാനമന്ത്രി ബെറ്റലുമായി ചേർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിരുന്ന ഒരു ചർച്ചയ്ക്ക് ശേഷം ലക്സംബർഗിൽ നിന്ന് പ്രതിനിധികൾ ഇവിടെ കോൾഡ് ചെയിൻ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് വരുന്നു. ഇപ്പൊ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ ഇവർ അതിന് വേണ്ടുന്ന ടെക്നോളജി കൊടുത്തതിന് ശേഷം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന രീതിയിൽ ഇന്ന് അവർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളും വരുന്നു, അവരുടെ പ്രതിനിധികൾ എത്തുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പല നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ശ്രീ ലാൽ, ഈ പ്രായോഗിക തടസ്സവും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ മാറ്റിവെച്ചാൽ വലിയൊരു പ്രൊഡക്ഷൻ ഉൽപാദനം നടക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ, ലോകരാജ്യങ്ങൾക്കിടയിലുള്ള കിടമത്സരങ്ങൾ ഇത് വാങ്ങാനുള്ള, പിന്നെ ശ്രീതി ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, പല സംസ്ഥാനങ്ങളും പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അനുബന്ധമായി ഈ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇതൊക്കെ വരും നാളുകളിൽ ഏത് തരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കിടമത്സരങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. നമുക്കറിയാം, ലോകത്ത് സമ്പത്ത് ഒരു മരുന്ന് ഉൾപ്പെടെ തുല്യമായി വീതിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കയ്യൊക്കൊള്ളവൻ ധനികരായിട്ട് രാജ്യങ്ങൾ അതാദ്യം ഉപയോഗിക്കുമെന്നുള്ള സംശയമില്ല. പിന്നെ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് അടുത്ത ഘട്ടത്തിലെങ്കിലും ഇത് വിറ്റഴിക്കുന്നതിന്റെ താല്പര്യം കൂടി വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്കും വരും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡുമായിട്ട് ചേർന്നുള്ള പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഫേസ് 3 ട്രയലും കഴിഞ്ഞിട്ട് 7 കോടി വാക്സിൻ റെഡിയാണ്. അവർ ഫേസ് 3 ട്രയലിനൊക്കെ മുമ്പേ തന്നെ തയ്യാറാക്കി വെച്ചു. അതിനകത്തൊരു വലിയൊരു നഷ്ടം ഉണ്ടാകാമെന്ന് റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അവർ ചെയ്ത് നല്ല കാര്യമാണ്. കാരണം ഇതെല്ലാം ഫേസ് 3 ട്രയലും കഴിഞ്ഞിട്ട് വാക്സിൻ തയ്യാറാക്കാൻ പറ്റില്ല, അത് സമയം കിട്ടില്ല, അതുകൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെയും മെച്ചവും, ഇന്ത്യയിൽ വലിയൊരു വാക്സിൻ പ്രൊഡ്യൂസറാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഇന്ത്യയിലാണ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഇത് കൊള്ളപ്പോൾ തന്നെയും ഇന്ത്യയിൽ തന്നെയും അതിനു മുന്നേ ഒരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ 135 കോടി ജനങ്ങൾക്കൊന്നും വാക്സിൻ വേണ്ടി വരില്ല. വാക്സിൻ തന്നെ ഒരു 50-60% പേർക്ക് വാക്സിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് വരികയും ബാക്കിയുള്ളത് പ്രൊട്ടക്ട് ആവുകയും ചെയ്യും. പിന്നെ ഇവിടെ തന്നെ ഈ വാക്സിൻ നമ്മളിപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ പല പേരിലൊക്കെ വിളിച്ചിട്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പറയുന്ന വൃദ്ധരെ ചിലപ്പോൾ അതിനകത്ത് അവർക്ക് ആദ്യം കൊടുക്കേണ്ടി വന്നു വരില്ല. കുട്ടികൾക്ക് അസുഖം ആദ്യം കാണാത്തുണ്ടെങ്കിൽ കുട്ടികൾ ഒഴിവാക്കി. ചിലപ്പോൾ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, ഇങ്ങനെ പലർക്കും ഒക്കെ മുൻഗണനാക്രമത്തിൽ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട്, കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് വലിയ ആശയക്കുഴപ്പമില്ലാതെ പോയെന്ന് വരാം. ആവശ്യത്തിന് വാക്സിൻ ഡോസുകൾ കിട്ടുകയാണ്. എങ്കിൽ തന്നെയും ഈ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ ചെറിയ കടയിട്ട് നിൽക്കുന്ന ആൾക്ക് ഭൗതികമായിട്ട് സാമീപ്യമുണ്ട്. പക്ഷെ അയാൾക്ക് സർക്കാർ ആശുപത്രി ആണെങ്കിൽ പോലും അയാളുടെ വേഷവിധാനം, അയാളുടെ ഭാഷയൊക്കെ ചിലപ്പോൾ അവിടുത്തെ പരിഗണനയ്ക്ക് സാധ്യത ഇല്ലാതാക്കിയെന്ന് വരും. അവിടെ വന്ന് നല്ല വേഷത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ അവരെളുപ്പത്തിൽ കാര്യം സാധിച്ചു പോകും. ഞാൻ സർക്കാർ മെഡിക്കൽ കോളേജ് പഠിച്ചു, എനിക്കറിയാം. അതിൻ്റെ തൊട്ട് മുന്നിൽ കട നടത്തുന്ന പാവപ്പെട്ടവന് കിട്ടാത്ത പരിഗണനയുണ്ട്, വളരെ ദൂരെ നിന്ന് വരുന്ന എളുപ്പത്തിൽ കയറി. അപ്പൊ അത്തരം വ്യത്യാസങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വാക്സിന്റെ കാര്യത്തിൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ നാട്ടിലും റിഫ്ലക്ട് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പക്ഷെ അത് ചെറുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനകത്ത് ശ്രീത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ ഇതിപ്പോ ഒരു സംസ്ഥാന സബ്ജക്റ്റ് ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ നമ്മുടെ 3 തരം ലിസ്റ്റുള്ളതിനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് ആകുമ്പോൾ തന്നെയും, ഇപ്പോൾ ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ
നടപടികൾ അല്ലെങ്കിൽ പോളിസി എന്നൊക്കെ നമുക്ക് പറയാവുന്ന അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ദേശീയ ആരോഗ്യ പദ്ധതി എങ്ങനെ വേണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ദേശീയ തരത്തിലുള്ള വാക്സിൻ അത് കേന്ദ്ര നിലപാടുകളാണ്, നയങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, മുൻകൈയുണ്ട്. അത് കൂടാതെ തന്നെ സംസ്ഥാനങ്ങളുടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കേന്ദ്രം മുൻകൈ എടുക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ വരാനിരിക്കുന്നിടത്തൊക്കെ തമിഴ്നാടായാലും ഏത് സംസ്ഥാനമായാലും പലരും പറഞ്ഞു എന്ന് വരും. കാരണം അതിന്റെ പിന്നിൽ മുഴുവൻ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പിന്തുണ സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം. ഏത് സംസ്ഥാനത്ത് ജീവിച്ചാലും ഇന്ത്യൻ പൗരനാണ്. അപ്പൊ അതുകൊണ്ട് ചില ആവശ്യങ്ങൾ വരുമ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്ന് പറയുകയും എന്നാൽ പോളിസി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദേശീയ ഗവൺമെന്റും ആയിരിക്കും സ്ഥിതി. ഞാൻ പറഞ്ഞതിനകത്ത് അവിടെ ട്രംപ് പോലും ചെയ്തു. ഇപ്പൊ ടെസ്റ്റിന്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം ടെസ്റ്റിന് $200 മറ്റോ വാങ്ങിച്ചപ്പോഴത്തേക്ക് അവിടെ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. അപ്പൊ ടെസ്റ്റ് മുഴുവൻ ഫ്രീ ആക്കി. അപ്പൊ അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യേണ്ടി വരും സംസ്ഥാനങ്ങൾ. ശരി സാർ. ഡോക്ടർ സുൽഫി നുഹു, നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഒന്ന് ഈ അവസാന ഘട്ടത്തിൽ നിന്ന് വരേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. നമുക്കുമാകും വാക്സിൻ നിർമ്മാണം, അതിന് നമ്മൾ തയ്യാറാണ്. അത്രയധികം ആത്മവിശ്വാസം പുലർത്തേണ്ടതുണ്ടോ? കാരണം ഇത് അങ്ങനെ ചെറിയൊരു കാര്യമൊന്നുമല്ലല്ലോ. അതിനുള്ള പരീക്ഷണങ്ങൾ, അതിനുള്ള ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നതാണ്? നല്ല ഡോക്ടർമാരുണ്ട്, ആരോഗ്യ പ്രവർത്തകർ നമുക്ക് ഏറ്റവും മാതൃകാപരമായുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതൊക്കെയാണോ താങ്കൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം? മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് എന്ന് മനസ്സിലാവും താങ്കളുടെ ആ FB പോസ്റ്റ്. ഓക്കെ, അതിനകത്തൊരു വിഷയം വാക്സിൻ ഭാരതത്തില് അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വിഷയമാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിർമ്മിക്കാൻ കഴിയും. പക്ഷെ ഒരിക്കലും ഈ പാൻഡമിക്കിനല്ല, അത് കേരളത്തിന്റെ പ്രയോറിറ്റി ആകാനും പാടില്ല. നമുക്ക് അതിന് മറ്റൊരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്. നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ വാക്സിൻ വാങ്ങുന്നത്, വാക്സിൻ എത്തിക്കുന്നത്, മറ്റു മരുന്നുകൾ കൊടുക്കുന്നതൊക്കെ തന്നെയാവണം പ്രയോറിറ്റി. പക്ഷെ നിർമ്മിക്കാതിരിക്കാൻ പറ്റേണ്ട സാങ്കേതിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേരളത്തിൽ, യാതൊരു സംശയമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ആവരുത്. വാക്സിൻ നിർമ്മിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, മരുന്നുകൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ നമുക്ക് വേണം. അടിസ്ഥാന കാര്യമാണത്. നമുക്ക് എന്താ പറയാ, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പോലെയുള്ള അസുഖങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാവരും ഉപയോഗിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് മിക്സോട് കൂടിയോ ഭാരതത്തിൽ ഉണ്ടാകേണ്ടതാണ്, കേരളത്തിൽ ഉണ്ടാകേണ്ടതായിട്ടോ അതൊന്നും നിർമ്മിക്കാൻ കഴിയും, യാതൊരു സംശയമില്ല. പക്ഷേ ഇൻ ദ ലോങ് റൺ ചിലപ്പോൾ നമുക്ക് കേരളത്തില് വാക്സിൻ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി അല്ല. ഈ പാൻഡമിക്കിന് ഒരിക്കലും നമുക്ക് ഒരു വാക്സിൻ നിർമ്മിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു അർത്ഥം അതിനില്ല, അങ്ങനെ കഴിയുകയുമില്ല. അത് നമ്മുടെ പ്രയോറിറ്റിയും ആയിരിക്കരുത്. അല്ല, ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷ, അത് വലിയ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രിയും പറയുകയുണ്ടായി. അതിനുള്ള സാധ്യതകൾ അത് ഉടനെ അല്ലല്ലോ, എങ്കിലും ഭാവിയിലെങ്കിലും അതൊരു പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അത് വളരെ അടുത്ത പാൻഡമിക്കിനോ ഇനി വരുന്ന മറ്റ് അസുഖങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി ഫേസിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. ദശലക്ഷക്കണക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു കാര്യം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് മരുന്നുകൾ വാങ്ങിക്കാൻ, നമുക്ക് PPE കിറ്റുകൾ ഉൾപ്പെടെ ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കിറ്റുകൾ ഉൾപ്പെടെയുള്ള അതിനുവേണ്ടി പോലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസരത്തിൽ നമുക്ക് വാക്സിൻ ഇപ്പോൾ നിർമ്മിക്കാൻ കഴിയില്ല എന്റെ ലോങ് റൺ. കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല വൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസവും ആരോഗ്യ അവബോധവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഡോക്ടർമാരുടെ മാത്രം കഴിവല്ല കേട്ടോ, ഒരിക്കലും അല്ല, ഡോക്ടർമാരുടെ അല്ല, അത് പൊതുജനങ്ങളുടെ ക്രെഡിറ്റ് ആണ്. പൊതുജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കഴിവുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾക്കത് കഴിയും. എന്തുകൊണ്ട് വാക്സിൻ നിർമ്മിക്കാൻ പറ്റില്ല? പക്ഷെ ഇപ്പോഴുള്ള പ്രയോറിറ്റി അതല്ല. ഈ അസുഖത്തിന് ഇപ്പോൾ വാക്സിൻ നിർമ്മിച്ച് കേരളത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ഇൻ ദ ലോങ് റൺ മേ ബി വിൽ ഹാവ് ടു തിങ്ക് അത് ചിലപ്പോൾ സാധ്യമായെന്നിരിക്കാം. ശ്രീജിത്ത്, ഇന്ന് ഈ പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. അതിൽ ഇടതുപക്ഷം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാക്സിൻ പൂർണ്ണമായും സൗജന്യമായി നൽകണം എന്നൊരാവശ്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ അത് വളരെ ഭംഗിയായി തോന്നും, അത് ജനത്തിന് വലിയ സഹായകരമായ ഒരു കാര്യം കൂടി ആയി മാറും. ഈ പ്രായോഗികമായി അത് നടക്കുന്ന ഒരു കാര്യമാണോ? അങ്ങനെ സൗജന്യമായി നൽകി നമുക്ക് സർക്കാരിന് താങ്ങാൻ പറ്റുന്നൊരു വിഷയമാണോ അത്? കാരണം പലവിധ വാക്സിനുകളുടെയും കോസ്റ്റൊക്കെ ഒരുപാടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ കണക്കുകൾ പുറത്തു വരാനേ ഉള്ളൂ. അതൊരു കേവലം ആവശ്യം മാത്രമായി മാറുമോ? അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല രഞ്ജിത്ത്, അത് രണ്ട് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്, നമ്മൾ ഈ പറയുന്ന 135 കോടി ജനങ്ങളിലേക്ക് വാക്സിനേഷൻ എത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പരിഗണന. അപ്പോൾ അത് ഒരു പക്ഷേ ഉണ്ടാകേണ്ട ആവശ്യമില്ല.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ആരെയൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? അപ്പോൾ അതിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ലൈനായിട്ട് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ളവർ, കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതായത് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ, അത് 3 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ആദ്യം വാക്സിനേഷൻ കൊടുക്കുന്നത്. പിന്നീട് ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഒരു പബ്ലിക് ലൈഫുള്ള ആൾക്കാർക്കായിരിക്കാം കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ സൊസൈറ്റിയിൽ ആരാണ് എന്ന് നോക്കി അവർക്ക് ഇത് ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ സമൂഹത്തിൽ അതിന് ഈ പറയുന്നത് പോലെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും അത് സമൂഹത്തിൽ ഒരുപക്ഷെ എല്ലാവരിലേക്കും ഇത് എത്തുന്നതിനുള്ള ആവശ്യം തന്നെ ഒഴിവാക്കിയേക്കും. കാരണം ഒരു എത്രത്തോളം സജ്ജീകരണം, അല്ലെങ്കിൽ നമ്മൾ എത്ര സജ്ജമാണ്, നമുക്ക് എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നതിനുള്ള ഇമ്മ്യൂണൈസേഷൻ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒറ്റയടിക്ക് ഇത് കൊടുക്കുക എന്ന് പറയുന്നത് പറ്റില്ല. ഇതൊരു ലോങ് ഡ്രോൺ പ്രോസസ്സാണ്. കുറേയധികം ആഴ്ചകളോ ഒരുപക്ഷെ മാസങ്ങളോ വേണ്ടി വന്നേക്കാവുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഓരോ സമയത്തും ഇതിന്റെ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എത്രത്തോളമാണ് ഈ അസുഖത്തിന്റെ അതിന്റെ ഒരു വ്യാപനം എന്ന് പറഞ്ഞു കുറഞ്ഞു വരുന്നത്, അപ്പോൾ എത്രത്തോളമാണ് ഇനി ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് എന്നത്. അപ്പോൾ ഇത് ഒരു വശമാണ്. പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വാക്സിനേഷൻ ചെയ്യേണ്ടുന്ന, അതിലേക്ക് കോസ്റ്റ് മുടക്കേണ്ടുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. 2, ഇതിലൊരു സാമ്പത്തിക വിഷയമുണ്ട്. നേരത്തെ ഡോക്ടർ ലാൽ ഇവിടെ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഇത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് എങ്കിൽ പോലും അതിന്റെ പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടാകണം. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടാകണം. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് സ്റ്റേറ്റ് GDP കൂടെ ബാധിച്ചിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല അതിനുള്ള ഒരു പരിഗണന. ഉദാഹരണത്തിന് തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് എടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് GDP അവർക്ക് എത്രത്തോളം സാമ്പത്തിക ബാധ്യത അവർക്ക് അതിനകത്ത് ഓണപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷോറപ്പ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ഒരു സാമ്പത്തിക മോഡൽ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടതാണ്. അതിന്റെ ഒരു പക്ഷേ ഒരു 50-50 ആകാം, 60-40 ആകാം, പല രീതിയിലുമാകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഗണന എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഹാൻഡ് ഷേക്കിൽ കൂടി ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഒരുപക്ഷെ ഏറ്റവും പ്രായോഗികം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയില്ല എനിക്ക് ഈ വാക്സിനേഷൻ ഫ്രീ ആയിട്ട് കിട്ടാൻ അർഹതയുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയില്ല. ഒരുപാട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വളരെ കൃത്യമായ രീതിയിലുള്ള ചില മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിക്കുകയും ചെയ്തിരിക്കും. വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്കർ, ഒപ്പം ശ്രീ സുൽഫി നുഹു, ശ്രീ SS ലാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഇന്ന് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ പ്രായോഗികമൊക്കെയായിരുന്നു കഴിഞ്ഞ 1 മണിക്കൂറിൽ ചർച്ച ചെയ്ത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.